ഇവിടെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലെ ഇരുട്ട് എത്ര ഭീകരമാകാമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഹൈവേ ഓഫ് ടിയേഴ്സ് എന്ന റോഡ് ഇതിനകം തന്നെ ഒരു ഭീകര ചരിത്രമുണ്ടാക്കിയിരുന്നു. വർഷങ്ങളായി നിരവധി സ്ത്രീകൾ അവിടെ നിന്ന് കാണാതായി. ആരും കണ്ടില്ല, ആരും കേട്ടില്ല. അവരുടെ കഥകൾ കാറ്റിൽ ലയിച്ചുപോയി. അവിടെയാണ് കോടിയുടെ ഒരിരയുടെ കഥയും ചേർന്നത്. 2010 നവംബർ ഒരു രാത്രി ഒരു പോലീസ് ഓഫീസർ റോഡിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു. അപ്പോൾ ഒരു ട്രക്ക് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഡ്രൈവിംഗ് സാധാരണ പോലെ തോന്നിയില്ല. അവൻ ആ വാഹനം സ്റ്റോപ്പ് ചെയ്തു. ഡ്രൈവർ സീറ്റിൽ കോടിയിരിക്കുകയായിരുന്നു. ഒരു ചെറിയ ചോദ്യം: നിന്റെ ട്രക്കിൽ ബ്ലഡ് എങ്ങനെ വന്നു? കോടി പറഞ്ഞു, ഞാൻ ഹണ്ടിംഗ് പോയതാണ്. പക്ഷേ ആ മറുപടി അവിടെ നിന്ന് പോലീസ് ഓഫീസർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ കുറച്ചുകൂടി അന്വേഷിച്ചു. ആ തീരുമാനം ചരിത്രം മാറ്റി. പോലീസ് ആ പ്രദേശം സെർച്ച് ചെയ്തു. അവിടെ അവർ കണ്ടത് ഒരു സാധാരണ ക്രൈം സീനല്ലായിരുന്നു. അത് ഒരു ഭീകര സത്യത്തിന്റെ തുടക്കമായിരുന്നു. എവിഡൻസ്, DNA, വിക്ടിം ബിലോങ്ങിങ്സ്, ഒന്നൊന്നായി എല്ലാം കോടിയിലേക്ക് പോയിന്റ് ചെയ്തു. ഒരു നോർമൽ ബോയ് ഇപ്പോൾ ഒരു സീരിയൽ കില്ലറായി മാറി. കോടി പറഞ്ഞു, ഞാൻ കൊന്നിട്ടില്ല. അവൻ പറഞ്ഞു, മറ്റുള്ളവരാണ് റെസ്പോൺസിബിൾ. ഇമാജിനറി ആളുകൾ, കഥകൾ. അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ സത്യം എപ്പോഴും പുറത്തുവരും. 2014 കോടതി വിധി പറഞ്ഞു. 4 ഫസ്റ്റ് ഡിഗ്രി മർഡേഴ്സ്. ശിക്ഷ ലൈഫ് ഇംപ്രിസൺമെന്റ്. 25 വർഷം പരോളില്ല. ജഡ്ജ് പറഞ്ഞു, ഇവനിൽ റിമോഴ്സില്ല. ഈ കഥയിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നതെന്താണെന്നറിയാമോ? അവനൊരു സ്ട്രെയിഞ്ചറല്ല. അവൻ നമ്മളെപ്പോലെ ഒരാളായിരുന്നു. ഒരു നോർമൽ ജീവിതം, ഫ്രണ്ട്സ്, ഫാമിലി. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു ഭീകര ലോകം ഒളിഞ്ഞിരുന്നു. ഹൈവേ ഓഫ് ടിയേഴ്സ് ഇന്നും. അവിടെ പല കഥകളും അവസാനിച്ചിട്ടില്ല. ചിലരുടെ ശബ്ദങ്ങൾ ഇന്നും കേൾക്കാം, കാറ്റിൽ, നിശബ്ദമായി. കോടി ലെഗബക്കോഫ് ഒരു പേരു മാത്രമല്ല, ഒരോർമ്മപ്പെടുത്തലാണ്. ഡേഞ്ചർ എപ്പോഴും നമുക്ക് തോന്നുന്ന രൂപത്തിൽ വരില്ല. ഇതുപോലുള്ള യഥാർത്ഥ കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇനിയും ഒരു ഇരുണ്ട സത്യം.